സിന്ദൂരരേഖ ഭാഗം 93. മനു, നീ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ അന്വേഷിച്ചു. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇവിടെ അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് ഇവിടുത്തെ ലോ വളരെ സ്ട്രിക്റ്റ് ആൻഡ് പണിഷബിൾ ആണ്. സോ ബുദ്ധിയുള്ളവർ അറിഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് തെറ്റ് ചെയ്യില്ല. അതുതന്നെയാണ് അവരും ചെയ്തിരിക്കുന്നത്. സോ ഫ്രം ദ വ്യൂ പോയിൻ്റ് ഓഫ് ദിസ് കൺട്രി എല്ലാം വളരെ വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഇനി നമ്മുടെ സ്ഥലത്താണ് അന്വേഷിക്കേണ്ടത്. ബട്ട് അതിനു മുൻപ് ചില കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഇവിടെ വെച്ച് തന്നെ നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ദേ ആർ സ്റ്റിൽ ട്രൈങ് ടു മേക്ക് യു എ ഫൂൾ. ഇനിയും അത് അനുവദിച്ചു കൊടുക്കരുത്. ഫെലിക്സ് പറയുന്നതെല്ലാം മനു ശ്രദ്ധയോടെ തന്നെ കേട്ടു നിന്നു. എനിക്ക് ഈ ആളുകളുടെയൊക്കെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റിയിട്ടില്ല. ആരൊക്കെയാണ്, എങ്ങനെയാണെന്നൊക്കെ. അതെല്ലാം നിൻ്റെ കയ്യിലുണ്ടാവുമല്ലോ. അതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എനിക്കിവിടുത്തെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടിയാൽ മാത്രം മതി. ബാക്കി ഞാൻ അന്വേഷിച്ചോളാം. മനു ഉറപ്പോടെ തന്നെ അവനോട് പറഞ്ഞു. നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് പറയണം. ഫീൽ ഫ്രീ ടു സേ എനിത്തിങ്. നിൻ്റെ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ഈ ഒരു ഈഗോ മാറ്റി വെച്ചേക്ക്. പോകുന്നതിന് മുൻപ് അതുകൂടി പറഞ്ഞിട്ടാണ് ഫെലിക്സ് വീട്ടിലേക്ക് മടങ്ങിയത്. മനുവിന് അവിടെ ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതിനിടയിൽ നാട്ടിലേക്ക് വിളിക്കുന്നത് വളരെ കുറവായിരുന്നു. രാവിലെ റൂമിൽ നിന്നിറങ്ങിയ പിന്നെ ഏജൻസി വഴിയുള്ള കാറിലാണ് സഞ്ചാരം. അവരുടെ കണ്ണ് വെട്ടിച്ച് അവരുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ചെറിയൊരു തെറ്റ് പറ്റിയാൽ പോലും തനിക്കത് വലിയ പിഴവായി മാറും. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി തന്നെയാണ് മനു ചെയ്തതും. വീട്ടിലേക്കുള്ള വിളിയും വളരെ കുറവായിരുന്നു. അമ്മാളുവിനെക്കുറിച്ച് അവൻ ഓർക്കാത്ത ദിവസങ്ങളില്ല. പക്ഷേ അവളിലേക്ക് തൻ്റെ ശ്രദ്ധ കൂടുതൽ കൊടുത്താൽ ചിലപ്പോൾ തനിക്ക് ഇവിടെയുള്ള കാര്യങ്ങളിൽ അത്ര ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല. ശരിക്കു പറഞ്ഞാൽ ഡു ഓർ ഡൈ പോലുള്ള ചാൻസാണ്. അതിലേക്ക് അവളെ കൂടെ വലിച്ചിടാൻ വയ്യ. ഉണ്ണിയെ വിളിക്കും. അമ്മയോട് വല്ലപ്പോഴും സംസാരിക്കും. അമ്മാളുവിൻ്റെ കാര്യം ചോദിക്കും. എങ്കിലും അവളോട് സംസാരമില്ല. അവളുടെ ശബ്ദം ഇടക്ക് ഫോണിലൂടെ കേട്ടാൽ പോലും തൻ്റെ ഹൃദയം വേഗത്തിലിടിക്കുന്നത് പതിവാണ്. അതുകൊണ്ട് മനഃപൂർവ്വം എന്നോണം അവളോട് സംസാരിക്കാറില്ല. പിന്നെ അവൾ അന്നങ്ങനെ പറഞ്ഞത് ചെറിയ രീതിയിലൊരു വേദന മനസ്സിലുണ്ടാക്കിയെങ്കിലും അത് ക്ഷമിച്ച് കളയാനാകുന്നത് മാത്രമായിരുന്നു. എങ്കിൽ പോലും അത് അവളുടെ ഉള്ളിലൊരു കരടായി ഇട്ടുകൊണ്ട് തന്നെയാണ് അവൻ US വന്നത്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം കാരണമായിരിക്കും താൻ മിണ്ടാതിരിക്കുന്നത് എന്നൊരു ചിന്തയായിരിക്കും അവളിലും എന്നവൻ അറിയാമായിരുന്നു. ഏകദേശം 2 മാസം കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തു തീർത്ത് എല്ലാം കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയൊക്കെ കഴിയും എന്നാണ് അവൻ കരുതിയത്. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല. US പോലുള്ളൊരു സ്ഥലത്ത് താൻ ഉദ്ദേശിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടപ്പിലാക്കുക എന്നത് അവൻ കരുതിയിരുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. വളരെ ബുദ്ധിമുട്ടി ഒരുപാട് അലഞ്ഞു നടക്കേണ്ടി വന്നു അവന്. എങ്കിലും തനിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അന്വേഷിച്ചറിഞ്ഞ് എല്ലാം കൃത്യമായി കണ്ടെത്തിയതിന് ശേഷം മാത്രമേ നാട്ടിലേക്ക് തിരിക്കൂ എന്നുള്ള കാര്യം അവൻ മുന്നേ തന്നെ തീരുമാനിച്ചിരുന്നതാണ്. അങ്ങനെ ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചതിന് ശേഷം തന്നെയാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചത്. അതുകൊണ്ട് തന്നെ തനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, അവൻ തന്നെ നേരിട്ട് അന്വേഷിച്ചറിഞ്ഞ് തന്നെ ചെയ്യുന്നതാണ് നല്ലതെന്ന് അവന് തോന്നിയിരുന്നു. അല്ലെങ്കിൽ ഇനി ഈ കണ്ടുപിടിച്ച കാര്യങ്ങളിൽ ഒരു ചെറിയ പിഴവുണ്ടെങ്കിൽ പോലും താൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ആകെ തകിടം മറിയും. അതുകൊണ്ട് എടുക്കുന്ന ഓരോ ചുവടുകളും വളരെ കൃത്യമായിട്ട് അത്രയും സൂക്ഷ്മമായിട്ടാണ് അവൻ ചെയ്തത്. ഇപ്പോഴുള്ളൊരു പാകപ്പിഴ പിന്നീട് തൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമായിട്ട് വരരുത് എന്നവൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ മനു US 1.5 മാസം കഴിഞ്ഞു. എന്നിട്ടും താൻ ഉദ്ദേശിച്ച പകുതി കാര്യങ്ങൾ മാത്രമാണ് മനു ചെയ്തു തീർത്തത്. ഒറ്റയ്ക്കാണെന്നുള്ളത് കൊണ്ടും കൂടിയാണ് ഇത്രയും ബുദ്ധിമുട്ട് അവന് നേരിടേണ്ടി വന്നത്. പക്ഷേ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് പല കാര്യങ്ങളും അവന് നല്ല രീതിയിലും വന്നിരുന്നു. അങ്ങനെ റൂമിൽ വിൻഡോയുടെ അടുത്തിരുന്ന് ലാപ്പിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്ന സമയമാണ് അവൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നത്. ഉണ്ണിയാണ് വിളിക്കുന്നതെന്ന് കണ്ടതും അവൻ വേഗം തന്നെ കോൾ എടുത്തിരുന്നു. ഹലോ ഏട്ടാ. എന്താടാ? തിരക്കിലാണോ ഏട്ടൻ? അല്ല, നീ പറയ്. ഒരു കാര്യം പറയാൻ വിളിച്ചതാ. എന്താ? ഏട്ടാ, നമ്മുടെ ഹോസ്പിറ്റലിൽ ഡെർമറ്റോളജി സ്പെഷ്യലിസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിരുന്നല്ലോ. ആ, അപ്പോൾ അതിലൊരുപാട് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൽ 1-2 സ്ക്രൂട്ടിനി ചെയ്തപ്പോൾ ഞാൻ ഒരാളെ കണ്ടു. ആരെ? സാനിയ സിറിൽ. സിറിൽ സാറിൻ്റെ മകള് അല്ലേ? യെസ്, അത് തന്നെ. പേരും ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ട് അത് തന്നെയാണ്. പക്ഷേ ആളെ എനിക്ക് പരിചയമില്ലല്ലോ. ഞാൻ ആളുടെ CV ഏട്ടന് മെയിൽ ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്യ്. ഞാൻ നോക്കാം. നോക്കിയിട്ട് എന്ത് വേണമെന്ന് പറയണം. പിന്നെ ഏട്ടാ, ആ സംസാരം അവസാനിച്ചതും ഉണ്ണി വീണ്ടും അവനെ വിളിച്ചു. എന്താ? അവനോട് സംസാരിക്കുമ്പോൾ ലാപ്പിൽ എന്തൊക്കെയോ ചെയ്യുകയായിരുന്നുവെങ്കിലും മനു വിളി കേട്ടു. ഏട്ടൻ അമ്മാളുവിനെ വിളിക്കാറില്ലേ? മുഖവരിയൊന്നും കൂടാതെ തന്നെ ഉണ്ണി നേരിട്ട് അവനോട് അത് ചോദിക്കുകയാണ് ചെയ്തത്. എന്താ അങ്ങനെ ചോദിക്കാൻ? ഗൗരവത്തിൽ തന്നെ മനു തിരികെ ചോദിച്ചു. എനിക്കങ്ങനെ തോന്നി. എൻ്റെ തോന്നലല്ല,
ഏട്ടൻ അവളെ വിളിക്കാറില്ലെന്ന് എനിക്കറിയാം. ഉണ്ണി, ഞാൻ പിന്നെ വിളിക്കാം, അല്പം തിരക്കിലാണ്. കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കാതെ തന്നെ മനു മനഃപൂർവ്വം എന്നോണം ഫോൺ കട്ട് ചെയ്തിരുന്നു. ഫോൺ കട്ട് ചെയ്തതിന് ശേഷം മനു ലാപ്ടോപ്പ് മാറ്റിവെച്ച് കട്ടിലിലേക്ക് നിവർന്നു കിടന്നു. ഫോൺ സ്ക്രീനിൻ്റെ ലോക്ക് മാറ്റി അതിൽ വാൾപേപ്പറായി തെളിഞ്ഞു കിടക്കുന്ന ഫോട്ടോയിൽ അവനൊന്ന് തഴുകി. അവനും അമ്മാളുവും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോയാണ്. മനു തിരികെ ഹോസ്പിറ്റലിൽ ജോലിയിലേക്ക് കയറാൻ പോയ ദിവസം അമ്പലത്തിൽ പോയപ്പോൾ എടുത്തിരിക്കുന്ന ഫോട്ടോയാണ്. രണ്ടുപേരുടെ ചുണ്ടിലും നിറഞ്ഞ പുഞ്ചിരിയാണ്. പറ്റില്ല പെണ്ണെ, നീ ഇല്ലാതെ പറ്റില്ല എനിക്ക്. അറിയാം, ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ട് ഞാൻ നിന്നെ. പക്ഷേ ഈ വിരഹം നമുക്ക് ആവശ്യമാണ് ഇനിയുള്ള നമ്മുടെ നല്ല ജീവിതത്തിന്. ഫോട്ടോയിലുള്ള അവളുടെ മുഖത്ത് ഒന്ന് തഴുകിക്കൊണ്ടാണ് അവനത് പറഞ്ഞത്. അത് പറയുമ്പോഴും അറിയാതെ തന്നെ അവൻ്റെ കണ്ണുകളൊന്ന് നിറഞ്ഞു. അവൻ ആ ഫോട്ടോയിൽ ഒന്ന് അമർത്തി ചുംബിച്ചു. അങ്ങനെ 3 മാസത്തിന് ശേഷം മനു ഇന്ന് തിരികെ നാട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ അമ്മയോടും ഉണ്ണിയോടും അമ്മാളുവിനോടും ഒന്നും വരുന്ന കാര്യം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ തന്നെ നേരിട്ട് കാണുമ്പോൾ അവർക്കുള്ള എക്സൈറ്റ്മെൻറ്റ് കാണാൻ അവൻ വല്ലാതെ ആഗ്രഹിച്ചാണ് പോകുന്നത്. സർപ്രൈസായിട്ട് ചെല്ലുന്നത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ടി കുറേ ഗിഫ്റ്റൊക്കെ മനു വാങ്ങിയിട്ടുണ്ട്. ഫ്ലൈറ്റിൽ അങ്ങനെ ഇരിക്കുമ്പോൾ താൻ ഇവിടെ വന്ന കാര്യം ഭംഗിയായി തന്നെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അവനിലുണ്ടായിരുന്നു. കൂടാതെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ദൂരം കുറഞ്ഞു വരുന്നു. തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള പകുതി കാര്യങ്ങൾ താൻ വളരെ കൃത്യമായി തന്നെ പൂർത്തിയാക്കി. എല്ലാം കൊണ്ടും മനു ആകെ സന്തോഷത്തിലായിരുന്നു. എങ്കിലും അവനിൽ ആകെ ഉണ്ടായിരുന്നൊരു നോവ് അമ്മാളുമായിരുന്നു. അവളോട് ഈ 3 മാസം സംസാരിച്ചിട്ടില്ല. പിണങ്ങിയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. എല്ലാം മനഃപൂർവ്വം തന്നെ ആയിരുന്നു. താൻ എതിർക്കുന്നത് വലിയ ശക്തികളോടാണ്. അവൾ തൻ്റെ ഒരു വീക്ക്നെസ് തന്നെയാണ്. പക്ഷേ ഏറ്റവും വലിയ സ്ട്രെങ്ത്തും അവൾ തന്നെയാണ്. അവളുള്ളപ്പോൾ ചങ്കുറപ്പോടെ ചെയ്യേണ്ട കാര്യങ്ങളിൽ താൻ ചിലപ്പോൾ പതറിപ്പോകും. ആ ഒരു ചിന്ത കാരണം മാത്രമാണ് അവളോട് സംസാരിക്കാതിരുന്നത്. പക്ഷേ തനിക്കതിപ്പോൾ ഒരു തീരാ നോവായി മാറിയിരിക്കുന്നു. അപ്പോൾ അവൾക്ക് ഇതിലും കൂടുതലായി നോവുന്നുണ്ടാകും എന്നവന് നന്നായിട്ട് അറിയാമായിരുന്നു. 1 2 അല്ല, 10 വർഷം. 10 വർഷമാണ് അവൾ ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്നിട്ട് പോലും തനിക്ക് വേണ്ടി കാത്തിരുന്നത്. അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് കാത്തിരുന്നാണ് അവളിലേക്ക് താൻ എത്തിച്ചേർന്നത്. എന്നിട്ടും വീണ്ടും താനായിട്ട് അവൾക്ക് നോവ് കൊടുക്കുമ്പോൾ അതൊരിക്കലും അവൾക്ക് താങ്ങാനാവില്ലെന്ന് അവന് നന്നായിട്ട് അറിയാമായിരുന്നു. എങ്കിൽ പോലും മനസ്സിൽ അന്നേരം തോന്നിയത് ഈ ഒരു അകൽച്ച അനിവാര്യമാണ് എന്ന് തന്നെയായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ തിരികെ അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ ചിലപ്പോൾ തന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുൻപിൽ താൻ ഉത്തരമില്ലാതെ നിൽക്കേണ്ടി വരും. താൻ ചെയ്തിരിക്കുന്നത് കുറ്റം തന്നെയാണ്. അതുകൊണ്ട് അവളുടെ മുന്നിൽ തല കുനിച്ച് താൻ നിൽക്കേണ്ടി വരും എന്ന കാര്യത്തിന് അവന് സംശയമില്ലായിരുന്നു. ഫ്ലൈറ്റ് നാട്ടിലേക്ക് അടുക്കും തോറും അവൻ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. ഇതിനു മുൻപും ഒരുപാട് തവണ നാട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിലും കൂടുതൽ ദിവസങ്ങൾ മാറി നിന്നിട്ടുമുണ്ട്. പക്ഷേ എന്നിട്ടും ഈ ഒരു 3 മാസം എന്നത് തന്നെ സംബന്ധിച്ച് ഒരു വലിയ കടമ്പ തന്നെയായിരുന്നു. അത് മറികടന്ന് നാട്ടിലേക്ക് വരുന്നു എന്ന് പറയുന്നത് അവൻ അതിരില്ലാത്ത സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും നാളുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ തവണ നാട്ടിലേക്ക് തിരികെ എത്തുമ്പോൾ അവന് മനസ്സിൽ വല്ലാത്ത സന്തോഷം തന്നെയായിരുന്നു. എയർപോർട്ടിലെത്തി വീട്ടിലേക്ക് പോകാൻ അവൻ ടാക്സി വിളിച്ചു. വെളുപ്പിന് നേരം ആയതുകൊണ്ട് തന്നെ റോഡിലൊന്നും അധികം തിരക്കില്ല. അല്ലെങ്കിൽ ഏകദേശം 2 മണിക്കൂർ എടുത്ത് യാത്രയുള്ളതാണ്. പക്ഷേ ഇപ്പോൾ വേഗം തന്നെ എത്താനാകും. വീട്ടിലേക്ക് വണ്ടി വരുന്നത് കണ്ടപ്പോൾ തന്നെ ഉണ്ണിയാണ് ആദ്യം പുറത്തേക്ക് ഇറങ്ങിയത്. മനു ഇറങ്ങിയില്ലെങ്കിൽ പോലും അവൻ വേഗം തൻ്റെ കാറിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. ഏട്ടാ! കാറിന്ന് അവൻ ഇറങ്ങിയപ്പോൾ തന്നെ ഉണ്ണി ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. യാത്രയൊക്കെ സുഖമായിരുന്നോ? പിന്നെ ഭയങ്കര സുഖം. നിനക്ക് ഞാൻ വന്നിട്ട് ഞെട്ടലൊന്നുമില്ലല്ലോ. ഏട്ടൻ എത്തിയെന്ന് എനിക്ക് മനസ്സിലായി. ഫെലിക്സ് വിളിച്ചോ? ഏയ്, ഇന്നലെ മുഴുവനും ഏട്ടനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. ഇന്നിപ്പോൾ കുറച്ചു മുൻപ് എനിക്കൊരു ഡൗട്ട് തോന്നിയിട്ട് ഞാൻ ഏട്ടൻ്റെ നാട്ടിലെ നമ്പറിലൊന്ന് വിളിച്ചു നോക്കിയിരുന്നു. അന്നേരം മലയാളത്തിൽ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഏകദേശം ഏട്ടൻ നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി. ഉണ്ണി വലിയ കാര്യം പറയും പോലെ പറയുന്നത് കേട്ടതും മനു ചിരിച്ചു. ലഗേജൊക്കെ എടുത്ത് വാതിൽക്കലേക്ക് വെച്ചപ്പോഴും അമ്മയും ശബ്ദം കേട്ട് ഇറങ്ങി വന്നിരുന്നു. അമ്മയുമായി അകത്തേക്ക് കയറിയപ്പോഴും അവൻ്റെ കണ്ണുകൾ പ്രതീക്ഷയോടെ അകത്തേക്ക് നോക്കി. അവളെക്കുറിച്ച് അവനൊന്നും ചോദിച്ചില്ല. എങ്കിലും അമ്മയും ഉണ്ണിയും ആണെങ്കിലും അവളെക്കുറിച്ചൊന്നും പറയുന്നുമില്ല. അകത്തേക്ക് കയറിയിട്ടും അകത്തവളില്ല. അമ്മ എവിടെ? അമ്മ ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തതും അവൻ അമ്മയോട് ചോദിച്ചു. അമ്മാളും അവളുടെ വീട്ടിലാണല്ലോ. 2 ആഴ്ചയായി. പറഞ്ഞില്ലേ നിന്നോട്? എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ മറന്നുപോയി. അവളോട് സംസാരിക്കാറില്ല, അവൾ പറഞ്ഞില്ല. എങ്കിലും അമ്മയോട് അന്നേരം അവൻ അങ്ങനെ ഒരു നുണ പറഞ്ഞു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ തന്നെ വരാട്ടോ. ബൈ.